ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 50-ാമത്തെ സർഗം. പ്രഹസ്തൻ ഹനുമാനോട് ചോദ്യം ചെയ്യുന്നത്. അതായത് ബ്രഹ്മാസ്ത്രബന്ധനായിട്ടുള്ള ഹനുമാൻ രാവണ സദസ്സിൽ വന്നു. അങ്ങനെ രാവണൻ പ്രഹസ്തനോട് ഹനുമാന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറയാണ്. തം ഉദീക്ഷ്യ മഹാബാഹോ പിങ്കാക്ഷം പുരതസ്ഥിതം രോഷേണ മഹദാവിഷ്ടോ രാവണോ ലോകരാവണ. പരാക്രമത്താൽ ലോകത്തെ ആകെ കരയിപ്പിക്കുന്നവനും മഹാബാഹുവുമായ രാവണൻ മുന്നിൽ നിൽക്കുന്ന മഞ്ഞക്കണ്ണനായ വാനരനെ നോക്കി കഠിനമായ കോപത്തിന് അധീനനായി. ശങ്കാഹതാത്മാദ്യോസ കപീന്ദ്രം തേജസാവൃതം കിമേഷ ഭഗവാൻ നന്ദി ഭവേ സാക്ഷാദിഹാഗത. രാവണൻ തേജസ്വിയായ വാനരേന്ദ്രനെ നോക്കി ഭയചകിത ചിത്തനായി ഇങ്ങനെ ചിന്തിച്ചു. ഇത് നന്ദികേശ്വരൻ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായിരിക്കണം. ഏന ശബ്ദോസ്മി കൈലാസേ മയാ സഞ്ചാലിതേ പുര സ്വയം വാനരമൂർത്തി കിം സിദ്ബാണോ ബിവാസുര. പണ്ട് ഞാൻ കൈലാസപർവ്വതം എടുത്ത് പന്താടിയപ്പോൾ നന്ദികേശ്വരന്റെ ശാപത്തിന് പാത്രമായി അദ്ദേഹം വാനരമൂർത്തിയായി ഒരു പക്ഷേ വന്നതായിരിക്കുമോ, അതോ ബാണാസുരനായിരിക്കുമോ? ഇവിടെ 3-ാം സർഗം 52-ാമത് പദ്യത്തിൻ്റെ അടിക്കുറിപ്പിൽ നോക്കണം. അതായത് രാവണന് വാനരന്മാരാൽ നാശം സംഭവിക്കും എന്ന് നന്ദികേശ്വരൻ ശപിക്കുകയുണ്ടായി. ബാണാസുരൻ മഹാബലിയുടെ പുത്രനാണ്, ശിവഭക്തനാണ്, 1000 കൈകൾ ഉള്ളവനാണ്. സ രാജാരോഷതാം രാക്ഷ പ്രഹസ്തം മന്ത്രിസത്തമം കാലയുക്തമുവാചേതം വാചോ വിപുലമർത്തവത്. കോപസാമ്രാക്ഷനായ രാക്ഷസ രാജാവ് മന്ത്രിവര്യനായ പ്രഹസ്തനോട് കാലോചിതവും സാർത്ഥകവും ഗാംഭീരവുമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ദുരാത്മാ പൃച്ഛതാമേഷ കുതക്കിം വാസ്യ കാരണം വനഭംഗേ ജഹോസ്യാർത്ഥോ രാക്ഷസീനാം ജദർജനെ. ഇവൻ എവിടെ നിന്ന് വന്നവനാണ്? ഇവന്റെ ഉദ്ദേശം എന്താണ്? രാക്ഷസികളെ ഭയപ്പെടുത്തിയത് എന്തിന്? അശോകോദ്യാനം നശിപ്പിച്ചത് എന്തിന്? ഇതിനെല്ലാം എന്താണ് അർത്ഥം? ഈ ദുരാത്മാവിനോട് ചോദിക്കുക. മൽപുരിം അപ്രദുഷ്യാം വാ ആഗമനേ കിം പ്രയോജനം ആയോധനേ വാ കിം കാര്യം പൃച്ഛതാമേഷ ദുർമതി. ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത എൻ്റെ നഗരത്തിലേക്ക് വന്നത് എന്തുദ്ദേശിച്ചാണ്? രാക്ഷസരെ കൊല ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഇവയുടെയെല്ലാം ഉദ്ദേശവും പ്രയോജനവും എന്താണെന്ന് ഈ ദുർമതിയോട് ചോദിക്കൂ. രാവണസ്യ വജശുദ്ധ പ്രഹസ്തോ വാക്യമബ്രവീത് സമാശസിഹി ഭദ്രം ദേ നഭീഹി കാര്യത്വയാഗമേ. രാവണാജ്ഞ അനുസരിച്ച് പ്രഹസ്തൻ ചോദിച്ചു. ഹേ വാനര, നീ ഒട്ടും ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കൂ, എല്ലാം ഭദ്രം. യതി താവത്വമിന്ദ്രേണ പ്രേഷിതോ രാവണാലയം തത്വമാക്യാഹിമാഭൂത്തേ ഭയം വാനരമോക്ഷ്യസേ. ഇന്ദ്രൻ നിന്നെ രാവണനഗരിയിലേക്ക് അയച്ചതാണ് എങ്കിൽ സത്യം പറയുക, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല, നിന്നെ വിട്ടയച്ചേക്കാം. യതി വൈഷമണസ്യത്വം യമസ്യ വരുണസ്യ ച ചാരരൂപമിദം കൃത്വാ പ്രവിഷ്ടോ നഹപുരീമിമാം വിഷ്ണുനാ പ്രേഷിതോ വാവി ദൂതോ വിജയകാംക്ഷിണ. കുബേരനോ യമനോ വരുണനോ വേണ്ടി നീ ചാരന്റെ വേഷം ധരിച്ച് ഞങ്ങളുടെ നഗരത്തിൽ വന്നതാണോ, അതോ വിജയേച്ഛുവായി വിഷ്ണു അയച്ച ദൂതനാണോ? രഹി ദേവാനരം തേജോ രൂപമാത്രം ദുവാനരം തത്വതക്കഥയസ്വാദ്യ തതോ വാനരമോക്ഷ്യസേ. വാനര, രൂപം കൊണ്ട് മാത്രമാണ് നീ വാനരൻ. നിന്റെ തേജസ്സും പരാക്രമവും വാനരൻ്റേതല്ല, സത്യം പറയുക, എന്നാൽ ഇപ്പോൾ തന്നെ വിട്ടയക്കാം. അനുദം വദതശ്ചാപി ദുർലഭം തവ ജീവിതം അഥവാ നിമിത്തസ്തേ പ്രവേശോ രാവണാലയെ. അസത്യം പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതം നഷ്ടപ്പെടും. അതിനാൽ രാവണാലയത്തിൽ നീ വന്നത് എന്തിനാണെന്ന് പറയുക. ഏവമുക്തോ ഹരിശ്രേഷ്ഠതഥാ രക്ഷോ ഗണീശ്വരം അബ്രവീനാസ്മി ചക്രസ്യ യമസ്യ വരുണസ്യ വാ. ഈ ചോദ്യങ്ങൾക്ക് കപിവീരൻ രാക്ഷസ സജീവനോട് പറഞ്ഞു. ഞാൻ
ഇന്ദ്രൻ, യമൻ, വരുണൻ എന്നിവരുടെ ദൂതനല്ല, അവരുടെ ആളുമല്ല. ധനദേനമേ സഖ്യം വിഷ്ണുനാനാസ്മി ചോദിത ജാതിരേവ മമത്യേഷ വാനരോഹമിഹാഗത. എനിക്ക് കുബേരനുമായിട്ട് സഖ്യമില്ല, വിഷ്ണു അയച്ചവനുമല്ല. ഞാൻ വാനരനാണ്, അതായത് വാനര ജാതി. ദർശനേ രാക്ഷസേന്ദ്രസ്യ ദുർലഭേ തദിദം മയ വനം രാക്ഷസരാജസ്യ ദർശനാർത്ഥേ വിനാശിതം. രാക്ഷസരാജന്റെ ദർശനം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള അവസരത്തിനായിട്ട് ഞാൻ ഈ പൂന്തോട്ടം നശിപ്പിച്ചു. തതസ്തേ രാക്ഷസ പ്രാപ്ത ബലിനോ യുദ്ധകാംക്ഷിണ രക്ഷണാർത്ഥം തു ദേഹസ്യ പ്രതിയുദ്ധാമയാരണേ. അതിനുശേഷം യുദ്ധക്കൊതിയരും കരുത്തരുമായ രാക്ഷസന്മാർ പോരിനു വന്നു. അപ്പോൾ ദേഹരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അത്ര പാശേർന്ന ശക്യോഹം ബദ്ധം ദേവാസുരേരവി പിതാമഹാദേവരോ രാമപ്യശോഭിഭാഗത. ദേവാസുരന്മാർക്ക് പോലും എന്നെ അസ്ത്രപാശങ്ങളാൽ ബന്ധിക്കുവാൻ സാധ്യമല്ല. ഈ വരം എനിക്കും ബ്രഹ്മാവിൽ നിന്നും ലഭിച്ചതാണ്. രാവണൻ എന്ന പോലെ തനിക്കും ബ്രഹ്മാവിൽ നിന്നും വരപ്രസാദം ലഭിച്ച കാര്യമാണ് ഇവിടെ അതവിടെ എനിക്കും പറയാൻ കാരണം. രാജാനം ദ്രഷ്ടുകാമേന മയാസ്ത്രം അനുവർത്തിതം വിമുക്തോപി ഹമസ്ത്രേണ രാക്ഷസേതു വിപീഡിതഃ. രാക്ഷസ രാജാവിനെ കാണാൻ ആഗ്രഹിച്ച ഞാൻ ബ്രഹ്മാസ്ത്രത്തിന് സ്വയം വഴങ്ങിക്കൊടുത്തു. എന്നാൽ രാക്ഷസന്മാർ കയറുകൊണ്ട് കെട്ടി പീഡിപ്പിച്ച ഉടനെ ഞാൻ ബ്രഹ്മാസ്ത്രമുക്തനായിട്ട് തീർന്നു. രാജകാര്യേണ സംപ്രാപ്തോസ്മി തവാന്തികം. ഒരു രാജ്യകാര്യാർത്ഥമായിട്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ദൂതോഹം വിധി വിജ്ഞേയോ രാഘവസ്യാമിതൗജസ. അമിത പരാക്രമിയായ ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ എന്ന് അറിയുക. ശൂയതാം ചാവിവചനം മമ പത്യമിതം പ്രഭു. ഹേ രാജ്യൻ, താങ്കൾക്ക് നന്മയുളവാക്കുന്നതും പത്യവുമായ എൻ്റെ വാക്കുകൾ അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും. ഇത്യാശ്രീ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ പഞ്ചാശസർഗ. 50ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്ത സർഗത്തിൽ ഹനുമാന്റെ ഉപദേശമാണ്. അത് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.